ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 6 മാസമായാൽ കുഞ്ഞിന് എന്ത് കൊടുക്കണം എന്ന ടെൻഷൻ ഒഴിവാക്കാം. നമുക്ക് അടിപൊളി ബേബി ഫുഡ് ഉണ്ടാക്കാം. നവരരി 1/4 കിലോ, പൊട്ടിക്കടല 100 ഗ്രാം, തുവരപ്പരിപ്പ് 100 ഗ്രാം, കടലപ്പരിപ്പ് 100 ഗ്രാം, അതേപോലെ ചെറുപയർ പരിപ്പുണ്ടല്ലോ അത് 100 ഗ്രാം. അങ്ങനെ 100 ഗ്രാം വീതം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോതമ്പാണ്, അതും 100 ഗ്രാം, നിലക്കടല 100 ഗ്രാം, ചോളം 100 ഗ്രാം, അതേപോലെ പിന്നെ വേണ്ടത് ബാർലിയാണ്, അതും 100 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ റാഗി അതായത് മുത്താറി 100 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നട്ട്സാണ്. വാൾനട്ട് 100 ഗ്രാം, കാഷ്യൂനട്ട് 200 ഗ്രാം, അതേപോലെ ബദാം 200 ഗ്രാം. ബദാമും കാഷ്യൂനട്ടും 200 ഗ്രാം വീതം എടുത്തിട്ടുണ്ട്. നിലക്കടല, പൊട്ടുകടല, അതേപോലെ നട്ട്സ് ഇവ ഒഴിവാക്കി ബാക്കിയുള്ളതെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. 5-6 പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കണം. വെള്ളം നല്ല പോലെ ക്ലീൻ ആവുന്നത് വരെ ഞാനിവിടെ കഴുകിയെടുക്കുന്നുണ്ട്. കുഞ്ഞിന് കൊടുക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ എത്രത്തോളം നന്നായിട്ട് കഴുകിയെടുക്കാൻ പറ്റും അത്രത്തോളം നന്നായിട്ട് തന്നെ ഇത് കഴുകിയെടുക്കണം. ധാരാളം വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് കഴുകിയെടുക്കാൻ. അല്പാൽപ്പം വെള്ളം ഒഴിച്ചിട്ട് കഴുകണ്ട, അപ്പോൾ നന്നായിട്ട് ക്ലീനായി കിട്ടും. ഇനി ഡ്രെയിൻ ചെയ്തെടുക്കണം. നല്ല വൃത്തിയുള്ള അരിപ്പയിലിട്ട് അരമണിക്കൂർ കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം വാർന്ന് കിട്ടും. ഇനി ഇത് വൃത്തിയുള്ള തുണി വിരിച്ച് നല്ല പോലെ വെയിൽ കിട്ടുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ നമുക്ക് ഉണങ്ങാനിടണം. ഒരു തുണി കൊണ്ട് മൂടി വെക്കണം. നട്ട്സും കടലയും ഉണ്ടല്ലോ നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് നല്ല പോലെ തുടച്ചെടുക്കണം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ധാന്യങ്ങളെല്ലാം നല്ല പോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ധാന്യങ്ങളും നട്ട്സും നന്നായിട്ട് വറുത്തെടുക്കണം. നിലക്കടലയും പൊരിക്കടലയും ഒന്നായിട്ടാണ് ഞാൻ വറുത്തത്. 6 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വറുത്തെടുത്തു. അതേപോലെ നട്ട്സും മീഡിയം ടു ലോ ഫ്ലെയിമിൽ 6 മിനിറ്റ് വറുത്തെടുത്തു. ധാന്യങ്ങൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ 9 മിനിറ്റാണ് വറുത്തെടുത്തത്. എല്ലാം കൂടി ചൂടാറണം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കണം. പൊരിക്കടലയും നിലക്കടലയും ഞാൻ ഒന്നിച്ചാണ് പൊടിച്ചെടുത്തത്. അതേപോലെ തന്നെ ധാന്യങ്ങളും അതിൻ്റെ കൂടെ നട്ട്സും ഇട്ട് വേണം പൊടിച്ചെടുക്കാൻ. നട്ട്സ് മാത്രമായാൽ ഓയിൽ ഇറങ്ങി വരും, ആ സമയം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് രണ്ടും മിക്സാക്കി പൊടിച്ചെടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കണം. പൊടിച്ച പൊടി ഉണ്ടല്ലോ ചെറിയ കണ്ണുള്ള അരിപ്പയിൽ നന്നായിട്ട് അരിച്ചെടുക്കണം. അതിൽ നിന്നും 2 ടീസ്പൂൺ പൊടി, പിന്നെ 1/4 കപ്പിനടുത്ത് വെള്ളം ഒഴിച്ച് നന്നായി കലക്കി നമുക്ക് കുറുക്കുണ്ടാക്കാം. 5 മിനിറ്റ് ചെറിയ തീയിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഫുൾ ഫ്ലെയിമിൽ 1 മിനിറ്റും കൂടി ഞാൻ വേവിച്ചെടുത്തു. ഇതിൽ വെള്ളമൊക്കെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ നന്നായിട്ട് വറ്റി കിട്ടും. അപ്പോൾ കുറുക്കും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1/2 ടീസ്പൂൺ നെയ്യും ചേർത്ത് നമുക്കിത് ഉപയോഗിക്കാം. ചെറിയ കുഞ്ഞുങ്ങൾക്ക് പൊതുവെ ടേസ്റ്റൊന്നും അറിയാത്ത കാരണം ഞാൻ ഉപ്പും മധുരം ഒന്നും ചേർത്തിട്ടില്ല. എല്ലാവർക്കും ഉപയോഗപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.